കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യമാണല്ലേ ഈ കമ്മ്യൂണിക്കേഷൻ. ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിന് ലാംഗ്വേജ് അല്ല കേട്ടോ പറയുന്നത്. നമ്മൾ ഏത് ലാംഗ്വേജും ആവട്ടെ, ലാംഗ്വേജ് ഇപ്പോൾ മലയാളം ആവട്ടെ, ഇംഗ്ലീഷും ആവട്ടെ, എന്തോ ആവട്ടെ, നമ്മൾ ഒരാളോട് സംസാരിക്കുകയാണെങ്കിൽ ഞാൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് മറ്റൊരാൾക്ക് ഞാൻ മനസ്സിലാക്കി കൊടുക്കണം. അതാവണം കമ്മ്യൂണിക്കേഷൻ. അത് ഏതും ലാംഗ്വേജ് ഇസ് ജസ്റ്റ് മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. അത് അതിനുള്ളൊരു മോഡ് മാത്രമാണ്. കമ്മ്യൂണിക്കേഷൻ, ഒരു ബെറ്റർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാളെ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലെ. കണ്ണിൽ നോക്കി നല്ല സ്ട്രെയിറ്റ് ആയിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ്. എന്നാൽ ഭയങ്കര മൂടിയായിട്ട് മുഖമൊന്നും നോക്കാതെ അവിടെ ഇവിടെ നോക്കി സംസാരിക്കുന്ന ആർക്കും ഇഷ്ടമല്ല. എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ക്യാരക്ടറാണ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ ഉണ്ടായാൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, നമുക്ക് പല ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ആൾക്കാരുമായിട്ടുള്ള കണക്ഷൻസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത് ഈ ത്രൂ കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ ഒരു ബെറ്റർ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിനുള്ള കുറച്ച് പോയിന്റ്സ് ആണ്. ഫസ്റ്റ് പോയിന്റ് ആണ് ടൈമിങ്. ടൈമിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം, ഒരാളെ വിളിച്ചാൽ ചിലപ്പോൾ പറയും വെക്കുന്നില്ല, എത്ര നേരമായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക, നമുക്ക് ഇത്ര പറ്റിയിട്ടും അയാൾ വെക്കുന്നുണ്ടാവില്ല. നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളുടെ ഓപ്പോസിറ്റുള്ള ആള് ബിസി ആണോ അല്ലെങ്കിൽ അയാൾ ഫ്രീ ആയിട്ടാണോ സംസാരിക്കുന്നത്, ടൈമിങ് നോക്കണം. ഒരാളെ മുഷിപ്പിക്കരുത്, ഒരാൾക്ക് മടുപ്പ് തോന്നരുത് നമ്മൾ വിളിച്ചിട്ട് വെച്ചില്ലല്ലോ. കാരണം പിന്നെയും നമ്മൾ സെക്കൻഡ് ടൈം വിളിക്കുമ്പോൾ അയാൾ വിചാരിക്കും പിന്നെയും വിളിച്ച്, അങ്ങനെ ഒരു തോട്ടം നമ്മൾ ഒരാൾക്ക് ഉണ്ടാക്കി കൊടുക്കരുത്. അപ്പൊ ടൈമിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവർക്കും കുറെ നേരം സംസാരിക്കും, നമ്മൾ അതിനായിട്ട് ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഫൈൻ. ബട്ട് ഒരാളൊരു തിരക്കിന്റെ ഇടയിലൊക്കെ പെട്ടെന്നൊക്കെ ഒരു കോൾ വന്നു കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടില്ല. അത് വേഗം സംസാരിച്ചിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു വെക്കുക എന്നുള്ളതാണ് ഉത്തമം. അപ്പം ടൈമിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷനിൽ. സെക്കൻഡ് പോയിന്റ് ആണ് വളരെ അട്രാക്റ്റീവ് ആയിരിക്കുക അല്ലെ. ഇപ്പം ഒന്നും വേണ്ട, എന്നെ തന്നെ നോക്കൂ, ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ വളരെ സീരിയസ് ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? ഇല്ല. അതിന് പകരം ഭയങ്കര പ്ലസന്റ് ആയിട്ട് ചിരിച്ചിട്ട് പറയുന്നവരെല്ലാവർക്കും ഇഷ്ടമാണ് അല്ലെ. ഭയങ്കര അത് ഒരു മോഡ് ഓഫ് ഒരു പീസ് അവിടെ കൈമാറുന്നുണ്ട് അല്ലെ. ഒരാൾ ചിരിക്കുമ്പോൾ, നമ്മളുടെ കണ്ണിൽ നോക്കി ഒരാൾ ചിരിച്ച് സംസാരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കും ആ ഒരു മൂഡ്, നല്ലൊരു മൂഡ് ക്രിയേറ്റ് ചെയ്ത് നമുക്കും നല്ല കാര്യങ്ങൾ സംസാരിക്കാൻ തോന്നും. അപ്പൊ എപ്പോഴും സ്മൈൽ ചെയ്തുകൊണ്ട് നല്ല അട്രാക്റ്റീവായിട്ട് അവരുടെ ഒരു അട്രാക്ഷൻ അവർക്ക് തോന്നണം നമ്മളോട് സംസാരിക്കാനും. ചിലവർ സംസാരിക്കാൻ വരുമ്പോൾ തന്നെ നമ്മൾ അവർക്ക് ഐ കോണ്ടാക്ട് കൊടുക്കുക, കാരണം നമുക്ക് അവരോട് സംസാരിക്കാൻ ഒട്ടും താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ മറ്റു ചിലവർ ഇങ്ങോട്ട് സംസാരിക്കാൻ വന്നില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടേക്ക് ഇടിച്ചു കയറി സംസാരിക്കും അല്ലേ. കാരണം അങ്ങനത്തെ ഒരു അട്രാക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ചിലപ്പോൾ ആൾക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ എപ്പോഴും ചിരിയോടെ ഒരാളോട് സംസാരിക്കാൻ നോക്കുക, വളരെ അട്രാക്റ്റീവ് ആക്കാൻ നോക്കുക. തേർഡ് പോയിന്റ് ആണ് ബോഡി ലാംഗ്വേജ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബോഡി ലാംഗ്വേജ്. വലിയ വലിയ ഒറേറ്റേഴ്സിനൊക്കെ പറയുന്ന കാര്യമാണ് ഈ ബോഡി ലാംഗ്വേജ് മെയിൻറ്റെയിൻ ചെയ്യുക അല്ലേ. ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ ഇരുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അതല്ല, അതിന് പകരം ഇങ്ങനെ ഇരുന്ന് നമ്മൾ ഫേസ് ടു ഫേസ് നോക്കി ഷോൾഡർ ബ്രോഡാക്കി വെച്ച് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്ന് കണ്ണിൽ നോക്കി ചിരിച്ച് സംസാരിക്കുമ്പോൾ അവിടെയാണ് ബോഡി ലാംഗ്വേജ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അല്ലെ. അങ്ങനെ സംസാരിക്കുന്നവരെ കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. അല്ലാതെ മൂടിയായി നമ്മളെ മുഖത്ത് നോക്കാതെ സംസാരിക്കുന്നവരെ, അപ്പൊ നമ്മളും ആ ആള് പറയുന്ന ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കൂല അല്ലെ. നമ്മളെ മുഖത്ത് നോക്കുമ്പോൾ നമ്മളും അയാളുടെ ഫേസ് ടു ഫേസ് ആ സംസാരിക്കുക. അപ്പോഴാണ് നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ കൺവേ ആവുള്ളൂ. നമ്മൾ പറയാറുണ്ട് 35% വേർബൽ കമ്മ്യൂണിക്കേഷനും അതിൽ 65% നോൺ വേർബൽ കമ്മ്യൂണിക്കേഷനുമാണ്. ഈ വേർബൽ എന്ന് പറയുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന വാക്കുകളാണ്. ബാക്കി 65% നമ്മളുടെ ആക്ഷൻ, നമ്മളുടെ അപ്പിയറൻസ്, നമ്മൾ എങ്ങനെയാണ് ഫിസിക്കലി ഒരാളെ നമ്മളെങ്ങനെയാണ് ഒരാൾക്ക് നമ്മൾ പ്രസന്റ് ചെയ്യണത്, അതിലാണ് ഇരിക്കുന്നത്. ഈ ഗുഡ് സ്പീച്ച് പറയുന്നവരൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവർ ഭയങ്കര പ്ലസന്റ് ആയിട്ട് ചിരിച്ചിട്ട് അല്ലെങ്കിൽ ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ട് വെൽ ഡ്രസ്ഡ് ആയിരിക്കും. അപ്പം അങ്ങനെയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതും നമുക്കൊരു നല്ലൊരു അട്രാക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കാൻ സഹായിക്കും. പിന്നെ നെക്സ്റ്റ് പോയിന്റ് ആണ് കോൺവെർസേഷൻ ഹാസ് ടു ബി ഡീപ്പ്. ഇപ്പോഴത്തെ ഒരു പ്രശ്നമാണ്, നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇൻസ്റ്റഗ്രാം ത്രൂവോ അല്ലെങ്കിൽ വാട്സപ്പ് ത്രൂവോ ചാറ്റ് ചെയ്യും, നമുക്ക് ഒരാളുടെ ഇമോഷൻസ് മനസ്സിലാവില്ല. അത് വളരെ ഒരു ബുദ്ധിമുട്ടാണ് ഈ കാലഘട്ടത്തിൽ. എന്താ വിശേഷം? സുഖമാണ്. ഭക്ഷണം കഴിച്ചു? കഴിച്ചു. എന്താ ഉറങ്ങാനായോ? ഉറങ്ങാനായി. ജസ്റ്റ് ആ ഒരു ഫോർമൽ സംസാരം മാത്രമേ ഉള്ളൂ ഇപ്പം. പക്ഷെ അതിനുപരി നമ്മൾ ഒരാളെ നേരിട്ട് കണ്ട് ഡീപ്പായിട്ട് സംസാരിക്കുമ്പോൾ അയാളുടെ നമ്മൾ ഇമോഷണലി സംസാരിക്കണം. ഒരാളുടെ ഡ്രീംസ് എന്താണ്, അല്ലെങ്കിൽ എന്താണ് അയാൾക്ക് ആവാൻ ആഗ്രഹങ്ങൾ എന്നൊക്കെ ചോദിച്ച് നമ്മൾ ഇമോഷൻ, എന്തെങ്കിലും വിഷമമുണ്ടോ, അതോ എന്തെങ്കിലുമൊക്കെയാണ് ഇപ്പോഴത്തെ ലൈഫ് അപ്ഡേറ്റ്സ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അയാൾ ഇമോഷണലി നമ്മളോട് കണക്റ്റ് ആവും.
ആ ഡീപ്പായിട്ട് നമ്മളൊരു സംസാരം, നമ്മളൊരു കോൺവെർസേഷൻ കൊണ്ടുപോകുമ്പോൾ അയാൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും വീണ്ടും നമ്മളോട് സംസാരിക്കാൻ, അല്ലെങ്കിൽ ആ കമ്മ്യൂണിക്കേഷൻ കണ്ടിന്യൂ ചെയ്യാൻ അയാൾ വളരെ ഇൻട്രസ്റ്റഡ് ആയിരിക്കും. അപ്പൊ എപ്പോഴും കമ്മ്യൂണിക്കേഷനെ ഡീപ്പായിട്ട് ഇമോഷണലി നമ്മൾ ഒരിക്കലും വെറും വാക്കുകൾ കൊണ്ട് സംസാരിക്കുക, നമ്മുടെ മനസ്സുകൊണ്ട് സംസാരിക്കുക. നമുക്ക് ഒരാളുടെ ഇമോഷനെ നമ്മൾ കണക്ട് ചെയ്തുകൊണ്ട് സംസാരിച്ചാൽ വളരെ സിമ്പിൾ ആയിരിക്കും, ഓപ്പോസിറ്റുള്ള ആൾക്കും മടുക്കയില്ല. നെക്സ്റ്റ് പോയിന്റ് ആണ് ബി എ ഗുഡ് ലിസണർ. നമ്മൾ സംസാരിക്കുന്നതോടൊപ്പം തന്നെ ലിസണറും ആണ്. ഇപ്പൊ ഞാൻ ഒരാളെങ്ങനെ വിളിച്ചിരുത്തിയിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞ് ഞാൻ സംസാരിക്കുന്നുണ്ട്, എനിക്ക് പറ്റുന്ന എല്ലാം പറയുന്നുണ്ട്, ഞാൻ അവിടെ പോയി, ഞാൻ ഇവിടെ പോയി, ഇത് ചെയ്തു. ഒരാൾക്കും ഒരു പരിധി വരെ അവരുടെ കാര്യങ്ങൾ മാത്രം പറയുന്നത് കേൾക്കാനൊന്നും ഇഷ്ടമുണ്ടാവില്ല. എനിക്ക് ഞാൻ പറയുന്നതും കേൾക്കുന്ന ഒരാൾ വേണം എന്നാണ് എല്ലാവരുടെയും ചിന്താഗതി. അപ്പം നമ്മുടെ ഓപ്പോസിറ്റുള്ള ആൾക്കും പറയാനുള്ളത് നമ്മൾ കേൾക്കുക, അല്ലാതെ ഞാൻ പറയുന്നത് മാത്രം എനിക്ക് തന്നെ പറയണം, എല്ലാം എനിക്ക് തന്നെ പറയണം എന്നുള്ളൊരു ചിന്താഗതി മാറ്റിവെച്ച് അതിന് പകരം അയാൾക്കും കൂടെ പറയാനുള്ളൊരു അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ വരികയുള്ളൂ. അങ്ങനെ ഒരാൾ മാത്രം സംസാരിക്കുമ്പോൾ അതിന് നമ്മൾ കോൺവെർസേഷൻ എന്ന് പറയില്ല. ലൈക്ക് ബോത്ത് സൈഡിലും ആ ഒരു കോൺവെർസേഷൻ വരണം. അപ്പൊ ബി എ ഗുഡ് ലിസണർ. അയാൾ പറയുന്നതും നിങ്ങൾ കേൾക്കുക, നിങ്ങൾ പറയുന്നതും അയാൾക്ക് കേൾക്കാൻ തോന്നുന്നത് അപ്പോഴും. കാരണം അയാൾ പറയുന്നത് ഞാൻ കേൾക്കുന്നില്ലെങ്കിൽ ഞാൻ പറയുന്നത് അയാളും കേൾക്കില്ല. അപ്പം ബോത്ത് ഗിവ് ആൻഡ് ടേക്ക് സംഭവം വേണമെങ്കിൽ എന്തായാലും ബി എ ഗുഡ് ലിസണർ. നെക്സ്റ്റ് പോയിന്റ് ആണ് ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ. നമ്മൾ പറയാറുണ്ട് അല്ലെ, പുറത്ത് കാണുന്നത് വെച്ച് അയാൾ അങ്ങ് ജഡ്ജ് ചെയ്ത് കളയും. ഒരിക്കലും അങ്ങനെ ജഡ്ജ് ചെയ്തിട്ട് ഒരാളോട് സംസാരിക്കരുത്. മേ ബി നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാലേ അറിയുള്ളൂ എത്രത്തോളം ഇമോഷൻസ് അല്ലെങ്കിൽ ഇത്രത്തോളം ഐഡിയാസും വളരെ അടിപൊളി ഒരു ഗുഡ് പേഴ്സണാലിറ്റി ഉള്ള ഒരാളാണ് നമുക്ക് അയാളോട് സംസാരിക്കുമ്പോഴേ മനസ്സിലാവും. അതിനു മുന്നേ നിങ്ങളൊരു അയാൾ അത്രയേ ഉള്ളൂ, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞത് കേട്ട് വെച്ചാൽ അയാൾ അത്രയേ ഉള്ളൂ അങ്ങനെ വിചാരിച്ച് നമ്മൾ ഒരാളോട് സംസാരിക്കരുത്. അതിന് പകരം അയാളോട് സംസാരിക്കുമ്പോഴേ ഒരാളുടെ ഉള്ളറിയുള്ളൂ. നമ്മൾ പോലും അറിയാത്ത പല കഴിവുകളും പല ചിന്തകളും ഒരാളുടെ ഉള്ളിലുണ്ടാവും. അപ്പം ആരെയും ജഡ്ജ് ചെയ്തുകൊണ്ട് സംസാരിക്കാതിരിക്കുക. അപ്പൊ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് ഒരാൾക്ക് മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ വി നീഡ് എ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ, അല്ലെ? People are going to forget everything you said them. People are going to forget everything what you have done. But they will never forget how you made feel them. അല്ലെ? നമ്മൾ സംസാരിച്ചത് ആൾക്കാർ മറന്നുപോയേക്കാം, നമ്മൾ എന്ത് ചെയ്താലും ചിലപ്പോൾ അത് മറന്നുപോയേക്കാം. പക്ഷെ നമ്മൾ അവരെ എങ്ങനെ ഫീൽ ചെയ്യിപ്പിച്ചു, അല്ലെങ്കിൽ നമ്മൾ എന്ത് മനസ്സ് തട്ടിയാണ് അവരോട് ചെയ്തത്, പറഞ്ഞത്, അല്ലെ? നമ്മൾ പൊതുവെ പറയുന്ന കാര്യമാണ്, അവൻ എന്നോട് ചെയ്തത് ഞാൻ ഒരിക്കലും എൻ്റെ മനസ്സ് തട്ടിപ്പോയി, അത് ഞാൻ മറക്കില്ല, അല്ലെ? അത് ആരും മറക്കില്ല. അപ്പം കമ്മ്യൂണിക്കേഷൻ നന്നാക്കുക. നമ്മൾ ഒരാളെ ഇമോഷണലി കണക്റ്റഡ് ആയിട്ട് സംസാരിക്കുക, മനസ്സിൽ നിന്ന് സംസാരിക്കുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു ഗുഡ് കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.